ഹലോ ഗായ്സ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന സിനിമയുടെ പേരെന്ന് വെച്ചാൽ $1,000,000 Baby. ഇതൊരു ഇംഗ്ലീഷ് സിനിമയാണ്. ഈ സിനിമ നിങ്ങൾ കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണെന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ട് നഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു ഫീൽ ഗുഡ് ബോക്സിംഗ് ആക്ഷൻ മൂവിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണുക. നല്ലൊരു ഡ്രാമാറ്റിക് മൂവിയാണ്. അത് തന്നെ ഈ സിനിമയുടെ നായികയുടെ പേര് വന്നിട്ട് ഹിലാരി സ്വാങ്ക് എന്നാണ് നായികയുടെ പേര്. ഈ സിനിമ 2004 റിലീസായത്. അത് ആലോചിച്ചിട്ട് വേണം ഈ സിനിമ കാണാൻ. 2004 സിനിമയാണ്. ഡ്രാമയാണ്. കുറച്ച് നല്ല ഡ്രാമ ഉണ്ട്. പക്ഷെ സിനിമ കണ്ട് ആസ്വദിച്ച് നമുക്ക് കാണാനും പറ്റും. കാരണം ആ ഡ്രാമ ആ കഥയുമായിട്ട് നമുക്ക് കണക്റ്റായി, ആ കഥ നമുക്ക് കണക്റ്റ് ആയി കഴിഞ്ഞാൽ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനത്തെ ആസ്വദിച്ചിരുന്ന് കാണുന്ന ഒരു സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ സിനിമ നിങ്ങൾ ധൈര്യമായിട്ട് കാണാം. നായികയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഹിലാരി സ്വാങ് എന്നാണ് നായികയുടെ പേര്. നായിക അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് വന്നിട്ട് മാഗി ഫിസ്കർ. മാഗി ഫിസ്കർ എന്ന് പറഞ്ഞ ഒരു ബോക്സിംഗ് താരമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോച്ചിന്റെ പേര് വന്നിട്ട് ഫ്രാങ്കി ഡൺ എന്നാണ്. ആ കഥാപാത്രത്തിൽ അവതരിച്ചിരിക്കുന്നത് ഈസ്റ്റ് വുഡ് എന്ന് പറയുന്ന നായകനാണ്. പഴയ നായകനാണ്. അയാൾ നല്ല വയസ്സായിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ഇയാളെ കോച്ചാണ് കേട്ടോ. ഇനി നായകനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായകൻ എന്ന് പറയുന്ന ഒരാളേ ഇതിലില്ല. അതാണ് ഈ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നായകനുണ്ടെങ്കിൽ ചില സിനിമകൾ നായികയെ കട്ട് ചെയ്ത് കളയാറുണ്ട്. പക്ഷെ നായിക ഉള്ളപ്പോൾ ഒരു നായകനെ കട്ട് ചെയ്ത് കളയുന്ന സിനിമ ഉണ്ടോ എങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണണം. കാരണം നായകൻ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ അകത്തില്ല. ബട്ട് ദിസ് ഫിലിം ഈസ് ഓൾസം മാൻ. ഈ ഫിലിം കണ്ടില്ല എങ്കിൽ നമ്മൾ ഈ പുഷ്പ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ തക്ലീഫ് കാണുന്നത് പോലെയോ എത്ര മറ്റേ അവതാര പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പുഷ്പ തന്നെ വേർത്തിരുന്ന കണ്ടത് അവതാര പടം. ഈ അവതാര പടത്തിനേക്കാൾ ഏറ്റവും ബെറ്റർ ചോയ്സ് ആണ് ഞാൻ ഈ പറയുന്ന ഈ സിനിമ $1,000,000 Baby. നിങ്ങൾ ഈ സിനിമ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയുക. ഞാൻ ഫസ്റ്റ് ചെറിയൊരു ഇതിന്റെ ഒരു കഥയുടെ ചെറിയൊരു ഭാഗം ഞാൻ പറയാം. നമ്മുടെ കോച്ച് എന്ന് പറയുമ്പോൾ ക്ലൈന്റ് ഈസ്റ്റ് ഫോർട്ട് ഉള്ള കഥാപാത്രം അവതരിച്ചിരിക്കുന്ന പേര് ഫ്രാങ്കി ഡൺ എന്നാണ്. ഫ്രാങ്കി ഡൺ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ മൈക്ക് കോട്ടർ എന്ന് പറയുന്ന കഥാപാത്രം. ഈ രണ്ട് കഥാപാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. മൈക്ക് കോട്ടർ അല്ലെങ്കിൽ ബിഗ് വില്ലി എന്ന് പറയുന്ന അയാളുടെ കഥാപാത്രം. ബിഗ് വില്ലി വിൽസ് എന്ന് പറയുന്ന പേരിലാണ് അയാൾ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. അപ്പം ബിഗ് വില്ലിക്ക് നമ്മളെ ഫ്രാങ്കി ഡൺ വന്നിട്ട് കോച്ചിങ് അയാളെ വലിയൊരു ലാസ്റ്റ് 2 മാച്ച് മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഈ കഥാപാത്രം അവതരിപ്പിച്ചില്ലേ, ബിഗ് വില്ലി എന്ന് പറയുന്ന കഥാപാത്രം, ഇയാൾ വന്നിട്ട് മറ്റൊരു കോച്ചിനെ, അതൊരു മറ്റൊരു ഫെഡറേഷനിൽ ചേർന്നെടുക്കുകയും അവരുടെ കൂടെ പോയി ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ഫൈറ്റിൽ തോക്കും. അപ്പോൾ നമ്മുടെ ഈ കഥാപാത്രം വന്നിട്ട് HBO ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ. ഈ കഥാപാത്രത്തിന്റെ ഫൈറ്റ്, അവരുടെ ഫൈറ്റ് വന്നിട്ട് HBO കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ നമ്മുടെ കഥാനായികയുടെ എൻട്രിയാണ്. കഥാനായിക വന്നിട്ട് ഇയാളെ കോച്ചാക്കുമെന്ന് ചോദിക്കുകയും കോച്ചായിട്ട് വരാൻ പറയുകയും ബട്ട് ഹി റിജക്റ്റ്. അങ്ങനെ കുറെ ദിവസം കഴിയുമ്പോൾ ഇയാള് കോച്ചിങ് കൊടുത്ത ശേഷം ഫൈറ്റിലേക്ക് ഇറങ്ങുന്നു. ഫൈറ്റ് ഒരു 1 hourന് ശേഷമാണ്, 1 hour 3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് സിനിമ സെറ്റിൽ ഫൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോക്സിങ്ങിലോട്ട് കിടക്കുന്നത്. ബോക്സിങ്ങിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ സിനിമ പോകുന്നത് പിന്നെ ഫ്ലോലെസ് ആണ്. നമുക്കിങ്ങനെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ കണ്ടോണ്ടേയിരിക്കാം. നല്ല രീതിയിൽ ഇങ്ങനെ ഒരു വാച്ചബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ സിനിമ പോകുന്നത്. പിന്നെ നമുക്ക് ഈ സിനിമ നമ്മളെ കണക്റ്റ് ആണ്. നമ്മൾക്കുള്ളിലെ ഇങ്ങനെ ആ കഥാപാത്രങ്ങളെല്ലാം കണക്റ്റ് ആണ്. ആ ഒരു വയസ്സായ കഥാപാത്രം, ആ കോച്ച്, അതുപോലെ തന്നെ ആ ജിമ്മിൽ ഇരിക്കുന്ന ഒരു കഥാപാത്രം, അതുപോലെ തന്നെ ഈ നമ്മളിപ്പോ പറയുന്ന ഈ നായിക കഥാപാത്രം, ഇവരെല്ലാം നമ്മുടെ മനസ്സിൽ എങ്ങനെ ഇരിക്കും. ആ നായികയുടെ പേരൊന്നും നമുക്കിരിക്കില്ല, ബട്ട് നായിക കഥാപാത്രം നോക്കുമ്പോൾ എനിക്ക് ഈ നായിക ഇങ്ങനെ അഭിനയിച്ചു, ഇവിടെ അങ്ങനെ ആ ഒരു ഇത് നമ്മുടെ മനസ്സിലിരിക്കും. ആ ഒരു അത്രയും പെർഫെക്റ്റ് ആണ് ആ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് 30 minutes, ഇതാണ് നിങ്ങൾ സത്യത്തിൽ ഈ ലാസ്റ്റ് 30 minutes ഉള്ള ഡ്രാമ, ആ 30 minute ഡ്രാമയാണ് നിങ്ങൾ കാണുന്നത്. 30 minute നിങ്ങൾ ആ ഡ്രാമ അടിച്ചു മാറ്റി കളയുകയും ചെയ്തത്. ഇതിലെ ലാസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിന് ശേഷമുള്ള 30 നിമിഷമുള്ള ഡ്രാമ
ആ ഡ്രാമയിലാണോ ഈ കഥ മൊത്തം ഇരിക്കുന്നത്. എത്ര മില്യൺ ഡോളർ ബേബി ആയാലും ഒരു മാച്ച്, ഒരൊറ്റ മാച്ച് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് മുകളിലോട്ട് പോകാനും പറ്റും, താഴോട്ട് പോകാനും പറ്റും. ഇത് അങ്ങനെ ഒരു സിനിമയാണ്. അതായത് ഒരൊറ്റ മാച്ച് ടോട്ടൽ ലൈഫിനെ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോ ഈ സിനിമ നിങ്ങൾ കാണുക, മില്യൺ ഡോളർ ബേബി. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. പ്ലീസ് ഗോ ആൻഡ് സെർച്ച് യുവർ ബട്ടൺസ് ആൻഡ് വാച്ച് ദിസ് മൂവി. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് എന്ത് ചീത്ത വേണമെങ്കിലും വിളിച്ചോ, നിങ്ങൾ ആരെ വേണമെങ്കിലും വിട്ട് ചീത്ത വിളിച്ചോ. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സിനിമ നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ആവുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് 100% ഡൺ പറയും. Please watch this movie and come and write your decisions, okay, and my comment box. Okay, bye bye.